പ്രൈസ് ലോർഡ് ഡിയർ ചിൽഡ്രൻ ഓഫ് ഗോഡ്. എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം. എല്ലാവർക്കും ഒരു പുതിയ വർഷം എല്ലാവർക്കും ആശംസിക്കുന്നു. ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ ഒരു വർഷമാകട്ടെ. ഇന്ന് രാവിലെ നിങ്ങളോട് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും ഒരു ഭാഗം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുവാണ്. എല്ലാം റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ വേദപുസ്തകത്തിൽ ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനമുണ്ട്, 139 സങ്കീർത്തനം, അതിൻ്റെ 1-ാം വാക്യം. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. നമ്മുടെ ദൈവമായ യഹോവ നമ്മളെ അറിയുന്ന ദൈവം. 2024 വർഷത്തിൽ ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ദൈവം അറിഞ്ഞിരുന്നു. നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു എന്നാണ് ദാവീദ് പറഞ്ഞിരിക്കുന്നത്. ദാവീദ് പറയുന്നു, യഹോവേ, അങ്ങ് എന്നെ ശോധന ചെയ്ത്, എന്നെ ടെസ്റ്റ് ചെയ്തിട്ട് എന്നെ അറിഞ്ഞിരിക്കുന്നു. നമ്മളെ നന്നായിട്ട് അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഒരേ ഒരു ദൈവമേ ഉള്ളൂ, ജീവനുള്ള ഒരേ ഒരു ദൈവമേ ഉള്ളൂ, അതാണ് യഹോവേ ദൈവം. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദാവീദ് ഇരുന്നുകൊണ്ട് പറയുവാണ്, യഹോവേ, അങ്ങ് എന്നെ ശോധന ചെയ്ത് എന്നെ അറിഞ്ഞിരിക്കുന്നു. 2-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ ഇരിക്കുന്നതും ഞാൻ എഴുന്നേൽക്കുന്നതും അങ്ങ് അറിയുന്നു, എൻ്റെ നിരൂപണം അങ്ങ് ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. അതെ, ദൈവത്തിനറിയാം നമ്മൾ ഇരിക്കുന്നത്, നമ്മൾ നടക്കുന്നത്, നമ്മുടെ ഹൃദയത്തിലെ ഓരോ ചിന്തകൾ, നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെല്ലാം ദൈവത്തിനറിയാം. ഈ ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും നടക്കുന്നില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രിയമുള്ള എൻ്റെ കൂട്ടുകാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തീരുമാനമെടുക്കണം. ഗോഡ്സ് പ്രസൻസ്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നടക്കുക. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ നടക്കുക. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിങ്ങൾ നടന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തായിരുന്നാലും, എന്ത് കാര്യമായിരുന്നാലും അതെല്ലാം ദൈവം നിങ്ങൾക്ക് ചെയ്തു തരും. പക്ഷേ ആ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്ന, അല്ലെങ്കിൽ ആ സാന്നിധ്യം നമ്മളിൽ നിന്നും വിട്ടുപോകുന്ന ഒരു പ്രവൃത്തിയും നമ്മളിൽ നിന്നുണ്ടാകരുത്. അതായത് സ്വർഗത്തിലിരിക്കുന്ന നമ്മുടെ അപ്പനായ, നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് അനിഷ്ടമായിട്ടുള്ളതൊന്നും, ഇഷ്ടമല്ലാത്തതൊന്നും നമ്മൾ ചെയ്യരുത്. ഈ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ നടക്കുക. അങ്ങനെയാണെങ്കിൽ ഈ വർഷം മുഴുവൻ, അല്ലെങ്കിൽ ഇനിയുള്ള എല്ലാ വർഷങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും ദൈവഹിതപ്രകാരം നേടുവാനായിട്ട് കഴിയും. നിങ്ങളുടെ ജീവിതങ്ങളിൽ ദൈവം അനുഗ്രഹങ്ങളും നന്മകളും സമൃദ്ധിയും സൗഖ്യവും ഒക്കെ നൽകും. അങ്ങനെ ഒരു വർഷമായിട്ട് ഈ 2025 മാറട്ടെ. എല്ലാ ദിവസവും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നടക്കുക. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നടക്കുക, അത് വളരെ എളുപ്പമാണ്. എങ്ങനെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും? ദൈവത്തിൻ്റെ ദൂതന്മാരുടെ സംരക്ഷണം നമുക്ക് എങ്ങനെ അനുഭവിക്കുവാനായിട്ട് കഴിയും? അതെല്ലാം നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ, നമ്മൾ ഓരോ ദിവസവും നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് മനസ്സിലാക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഈ വർഷം നമുക്ക് നടക്കാം. എങ്ങനെ ഈ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം? ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കണമെങ്കിൽ ആദ്യം നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഒരു കാര്യമാണ് മെഡിറ്റേറ്റ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വചനം നമ്മൾ ദിവസവും ധ്യാനിക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക, ധ്യാനിക്കുക. സാധാരണ നമ്മളെല്ലാവരും സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഒരു ദിവസം ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മൾ വേദപുസ്തകം വായിക്കാറുണ്ട്. ചില ആൾക്കാർ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്ന പോലെ വളരെ സ്പീഡിൽ, യഹോവയുടെ ഇടനാമത്തിൽ എനിക്ക് മുട്ടുണ്ടാകില്ല, അങ്ങനെ സ്പീഡിലാണ് പലരും വേദപുസ്തകം വായിച്ചു പോകാറുള്ളത്. എന്നാൽ പ്രിയ കൂട്ടുകാരെ, ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, ഈ വർഷം നിങ്ങൾ വേദപുസ്തകം വായിക്കുമ്പോൾ അതിനെ ധ്യാനിക്കുവാനായിട്ട് ശ്രമിക്കുക. ഒരു പക്ഷേ നിങ്ങൾ ചെയ്യുന്നവരായിരിക്കാം, എങ്കിലും നിങ്ങൾ വീണ്ടും ഒന്നുകൂടെ നിങ്ങളൊന്ന് എൻകറേജ് ചെയ്യുവാണ്. നിങ്ങൾ ഒന്നുകൂടെ ചെയ്യുവാൻ വേണ്ടി ഞാൻ ഇന്ന് പ്രോത്സാഹനം തരുവാണ്. ദൈവത്തിൻ്റെ വചനം വളരെ സാവധാനത്തിൽ വായിച്ച് ധ്യാനിക്കുന്ന, മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരു സമയം നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടാവണം. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇരിക്കുന്ന ഒരു സമയം, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നൊരു സമയം. അതിന് വളരെ എളുപ്പമാണ്. പണ്ട് ഞങ്ങൾ ചൈൽഡ് മിനിസ്ട്രി ചെയ്യുന്ന സമയത്ത്, അത് ആരംഭിച്ച സമയത്ത് ഞങ്ങളെല്ലാ കുഞ്ഞുങ്ങളോടും പറയുമായിരുന്നു, നിങ്ങളൊരു കാര്യം ചെയ്യണം, എല്ലാവർക്കും ഒരു ഡിവോഷൻ ബുക്ക് നിങ്ങൾ ക്രമീകരിക്കണം. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അവർ ദിവസവും ഡയറി എഴുതാറുണ്ട്. അതുപോലെ ഞാൻ നിങ്ങളോട് പറയുവാണ്, നിങ്ങളെല്ലാവരും ഒരു ഡിവോഷൻ ബുക്ക് നിങ്ങൾ തയ്യാറാക്കണം. ഒരു കുഞ്ഞു ഡയറി, അല്ലെങ്കിൽ ഒരു കുഞ്ഞു പുസ്തകം, ഒരു കുഞ്ഞു ബുക്ക് നിങ്ങൾക്കായിട്ട് നിങ്ങൾ കരുതുക. നിങ്ങൾക്ക് ഒത്തിരി ഡയറികൾ കിട്ടിക്കാണും, അല്ലെങ്കിൽ നോട്ട് ബുക്സ് കിട്ടിക്കാണും. ഒരു ബുക്ക് നിങ്ങൾ ഡിവോഷന് വേണ്ടി മാറ്റിവെക്കുക. എല്ലാ ദിവസവും നിങ്ങളൊരു ചെറിയ വചനം നിങ്ങൾ ദിവസവും വായിക്കുക. ഏത് വചനമാണോ നിങ്ങൾ വായിക്കുന്നത്, ആ വചനം ഏതാണെന്ന് ആ ബുക്കിൻ്റെ മുകളിലായിട്ട് എഴുതുക. ആ വചനം വളരെ സ്ലോയിൽ വായിക്കുക. ഇപ്പോൾ യഹോവ എൻ്റെ ഇടയനാകുന്നു,
എനിക്ക് മുട്ടുണ്ടാകുകയില്ല. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ വായിച്ച വാക്യം തന്നെ സങ്കീർത്തനം 131:9-2, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അങ്ങ് അറിയുന്നു, എൻ്റെ നിരൂപണം അങ്ങ് ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. ഈ ഒരു വചനം വായിച്ചതിന് ശേഷം നമ്മളൊന്ന് കണ്ണടച്ച്, ദൈവമേ, എന്താണ് ഈ വചനത്തിലൂടെ അങ്ങ് എന്നോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അങ്ങ് അറിയുന്നു. ശരിയാണല്ലോ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇരിക്കുന്നത്, നമ്മൾ നടക്കുന്നത്, നമ്മൾ ഉറങ്ങുന്നത്, നമ്മൾ എഴുന്നേൽക്കുന്നത്, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ദൈവം അറിയുന്നു. ദൈവം അറിയാതെ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല, അല്ലേ? കഴിഞ്ഞ ഒരു വർഷം ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നിങ്ങൾ പഠിക്കാൻ പോയ സമയങ്ങളിൽ, നിങ്ങൾ യാത്ര ചെയ്ത സമയങ്ങളിൽ എത്രയോ പ്രാവശ്യങ്ങളിൽ അപകടങ്ങൾ വരാമായിരുന്നു. ദൈവം നിങ്ങളെ കാത്തു പരിപാലിച്ചില്ലേ? എത്രയോ പ്രാവശ്യം നിങ്ങൾക്ക് രോഗങ്ങൾ വന്നു, പ്രയാസങ്ങൾ വന്നു, പനി വന്നു, മറ്റു പല രോഗങ്ങളും വന്നു. പക്ഷെ ദൈവം നിങ്ങളെ സൗഖ്യമാക്കിയില്ലേ? നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തന്നില്ലേ? പലപ്പോഴും നിങ്ങൾ ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ പഠിക്കുമെന്നൊക്കെ വളരെ ടെൻഷനായ സമയങ്ങളിൽ ദൈവം ആ ടെൻഷനെല്ലാം വളരെ ഈസിയാക്കി നിങ്ങൾക്ക് നല്ല വിജയം നൽകിയില്ലേ? അപ്പോൾ ഈ ദൈവം സകലവും അറിയുന്നു, അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ വചനം വായിച്ചതിന് ശേഷം ഒന്ന് കണ്ണടച്ച്, ദൈവമേ, അങ്ങ് എന്നോട് എന്താണ് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്? അങ്ങനെ നമ്മളൊന്ന് ധ്യാനിക്കുമ്പോൾ ദൈവം ചില കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കും. നമ്മുടെ മനസ്സിൽ കുറച്ച് ചില ചിന്തകളൊക്കെ തരും. അപ്പോൾ അത് നമ്മൾ ആ ബുക്കിൻ്റെ താഴെയായിട്ട് 1 by 1 ആയിട്ട് 1, 2, 3 അങ്ങനെ എന്തൊക്കെയാണോ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ആ കാര്യങ്ങൾ ആ ബുക്കിൻ്റെ താഴെ, ആ വചനത്തിൻ്റെ താഴെയായിട്ട് നിങ്ങൾ എഴുതി വയ്ക്കുക. എഴുതി വെച്ചതിന് ശേഷം നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക, ദൈവമേ, ഇന്ന് ഞാൻ വായിച്ച വചനം, അങ്ങ് എന്നോട് സംസാരിച്ച ഈ വചനപ്രകാരം എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ നടത്തണമേ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഇന്ന് ഞാൻ ഇവിടെ പറഞ്ഞതുപോലെ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും ഒക്കെ ദൈവം അറിയുന്നുവെങ്കിൽ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും ഞാൻ ചെയ്തു പോയിട്ടുണ്ടോ? ഇന്ന് ദൈവത്തിന് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും കാര്യം എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടോ? എന്നാൽ ദൈവമേ, എന്നോട് ക്ഷമിക്കണമേ, ആ പാപ വഴികൾ ഞാനിനി ചെയ്യുകയില്ല. 2024 ഞാൻ ഒത്തിരി കാര്യങ്ങൾ ദൈവത്തിന് ഇഷ്ടമല്ലാത്തതൊക്കെ ചെയ്തുവെങ്കിൽ 2025 ഞാൻ അങ്ങനെയല്ല, ഞാനൊരു പുതിയ വ്യക്തിയാണ്, ഞാൻ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നടക്കും. അങ്ങനെ ഒരു തീരുമാനം നമുക്ക് ഓരോരുത്തർക്കും എടുക്കാം. ഈ ഒരു പുതിയ വർഷം അതിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നടന്നുകൊണ്ട് അനുഗ്രഹം പ്രാപിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നടന്ന് വിജയം നേടുന്ന, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നടന്ന് നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ നേടുന്ന, നടക്കുന്ന ഒരു വർഷമായിട്ട് 2025 ദൈവം നമുക്ക് നൽകട്ടെ. വളരെ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ എഴുതിയ ഒരു പാട്ടാണ്, ജീവിക്കും യേശുവിനായി, പിൻചെല്ലും യേശുവിനെ, സ്നേഹിച്ചിടും ഞാൻ സേവിച്ചിടും എൻ ജീവൻ്റെ നാളുകളെല്ലാം. ഇതായിരിക്കട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും തീരുമാനം. കർത്താവേ, ഞാൻ അങ്ങേക്ക് വേണ്ടി ജീവിക്കും, ഞാൻ അങ്ങയുടെ പിന്നാലെ ഞാൻ നടക്കും, അങ്ങ് പറയുന്ന വഴികളിൽ ഞാൻ നടക്കും, ഞാൻ അങ്ങയെ മാത്രമേ സ്നേഹിക്കുകയുള്ളൂ, ഞാൻ അങ്ങയെ മാത്രമേ സേവിക്കുകയുള്ളൂ, എൻ്റെ ജീവൻ്റെ നാളുകളെല്ലാം അങ്ങയുടെ സാക്ഷിയായിട്ട് ജീവിക്കും. ഒരു പുതിയ തീരുമാനം നമുക്കെടുക്കാം. ഇന്നത്തെ ഈ ഒരു ചെറിയ ചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു. ഒരു ചെറിയ പാട്ട് നമുക്കതൊന്ന് പഠിക്കുവാനായിട്ട് ശ്രമിക്കാം. ജീവിക്കും യേശുവിനായി, പിൻചെല്ലും യേശുവിനെ. ജീവിക്കും യേശുവിനാ, പിൻചെല്ലും യേശുവിനെ, സ്നേഹിച്ചിടും ഞാൻ സേവിച്ചിടും എൻ ജീവൻ്റെ നാളുകളെല്ലാം. സ്നേഹിച്ചിടും ഞാൻ സേവിച്ചിടും എൻ ജീവൻ്റെ നാളുകളെല്ലാം. ഈ പാട്ട് നിങ്ങൾ പഠിച്ചുവെങ്കിൽ നമുക്കതിൻ്റെ വരികളൊന്ന് ചേർന്ന് പാടാമോ? എന്നോടൊപ്പം ഒന്ന് ചേർന്ന് പറഞ്ഞാട്ട് അതിൻ്റെ വരികൾ. ജീവിക്കും യേശുവിനായി, എല്ലാവരും ഒന്ന് പറയാൻ ശ്രമിച്ചേ. പിൻചെല്ലും യേശുവിനെ, സ്നേഹിച്ചിടും ഞാൻ സേവിച്ചിടും എൻ ജീവൻ്റെ നാളുകളെല്ലാം. അതെ, അപ്പോൾ നമുക്കൊന്ന് ഒരുമിച്ചൊന്ന് പാടാൻ ശ്രമിക്കാമോ? ജീവിക്കും യേശുവിനാ, പിൻചെല്ലും യേശുവിനെ, സ്നേഹിച്ചിടും ഞാൻ സേവിച്ചിടും
എൻ ജീവന്റെ നാളുകളെല്ലാം. സ്നേഹിച്ചിടും ഞാൻ, സേവിച്ചിടും എൻ ജീവന്റെ നാളുകളെല്ലാം. ഓക്കെ, ഇനി നമുക്കൊന്ന് ഒരുമിച്ചൊന്ന് പാടാമോ? ഈ പാട്ട് നിങ്ങളെല്ലാവരും പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കൊരുമിച്ച് എന്നോടൊപ്പം ചേർന്നൊന്ന് പാടിയാട്ടെ. ജീവിക്കും യേശുവിനാ, പിൻചെല്ലും യേശുവിനെ, സ്നേഹിച്ചിടും ഞാൻ, സേവിച്ചിടും എൻ ജീവന്റെ നാളുകളെല്ലാം. സ്നേഹിച്ചിടും ഞാൻ, സേവിച്ചിടും എൻ ജീവന്റെ നാളുകളെല്ലാം. ഇനി നമുക്ക് ഇതിൻ്റെ വരികൾ ഇതുപോലെ തന്നെ ഇംഗ്ലീഷിലൊന്ന് പാടി നോക്കിയാലോ. I will live for Jesus, I will follow Jesus, I will love him and I will serve him with all of the days of my life. ചേർന്നൊന്ന് പാടാമോ ഇതേ ട്യൂണിൽ ഇംഗ്ലീഷിലെ വരികൾ? I will live for Jesus. I will live for Jesus, I will follow Jesus, I will love him and I will serve him with all of the days of my life. I will love him and I will serve him with all of the days of my life. ജീവിക്കും യേശുവിനാ, പിൻചെല്ലും യേശുവിനെ, സ്നേഹിച്ചിടും ഞാൻ, സേവിച്ചിടും എൻ ജീവന്റെ നാളുകളെല്ലാം. സ്നേഹിച്ചിടും ഞാൻ, സേവിച്ചിടും എൻ ജീവന്റെ നാളുകളെല്ലാം. ഇന്നത്തെ ഈ ചെറിയ വചനവും ഈ പാട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, യഹോവയായ ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷം ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ഞങ്ങളെ വഴി നടത്തിയ വിധങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. എത്രയോ പ്രാവശ്യങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ അപകടങ്ങൾ, രോഗങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, പ്രശ്നങ്ങളൊക്കെ വന്നുവെങ്കിലും ഞങ്ങളെ തോൽവിക്ക് വിട്ടുകൊടുക്കാതെ, മരണത്തിന് വിട്ടുകൊടുക്കാതെ, ഞങ്ങളെ ആയുസ്സോടുകൂടെ ആരോഗ്യത്തോടുകൂടെ ജയാളികളാക്കി നടത്തിയ അങ്ങയുടെ വലിയ കൃപയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു അപ്പ. പ്രത്യേകിച്ച് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. 2025 വർഷം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന, ദൈവിക സാന്നിധ്യം ഞങ്ങളെ വിട്ടു പോകുന്ന ഒരു പ്രവൃത്തികളും ഞങ്ങളിൽ നിന്നും ഉണ്ടാകാതിരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെയും ഞങ്ങളുടെ ചിന്തകളെയും ഞങ്ങളുടെ നാവുകളെയും ഒക്കെയും അങ്ങ് കാത്തു പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അധികമായിട്ട് അങ്ങ് അറിയുവാൻ, അധികമായിട്ട് അങ്ങയുടെ വചനത്തിൻ്റെ ആഴങ്ങളെ ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് തുറക്കണമേ കർത്താവെ. ഓരോ ദിവസവും ഇന്ന് ഞങ്ങൾ കേട്ടതുപോലെ അങ്ങയുടെ വചനം ധ്യാനിക്കുവാൻ, അതിനായിട്ട് കുറച്ച് സമയം മാറ്റിവെക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ നടക്കുന്നതും ഞങ്ങൾ ഇരിക്കുന്നതും ഞങ്ങൾ എഴുന്നേൽക്കുന്നതും എല്ലാം അങ്ങ് അറിയുന്നുവല്ലോ അപ്പ. ദൈവമേ, അങ്ങ് അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും നടക്കുന്നില്ല. ഈ 2025 വർഷത്തിൽ ഞങ്ങൾക്ക് അധികമായിട്ട് അങ്ങയുടെ കൃപ വേണം, അധികമായിട്ട് അങ്ങയുടെ സാന്നിധ്യം വേണം, അധികമായിട്ട് കർത്താവെ അങ്ങയുടെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് വേണം അപ്പ. അങ്ങ് ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ, അനുഗ്രഹിക്കണമേ. എല്ലാവർക്കും കർത്താവെ ഈ ഒരു വർഷം അനുഗ്രഹത്തിൻ്റെ, സമൃദ്ധിയുടെ, നന്മയുടെ, സൗഖ്യത്തിൻ്റെ, വിടുതലിൻ്റെ, അനുഗ്രഹത്തിൻ്റെ ഒരു വർഷമാക്കി മാറ്റണമേ. ഇന്നത്തെ കർത്താവെ ഈ ഒരു ചെറിയ വചനം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങ് അനുഗ്രഹമാക്കി തന്നതിനായിട്ട് നന്ദി പറയുന്നു. ഈ ഒരു വർഷം മുഴുവനും ഞങ്ങളങ്ങ് കാത്തു പരിപാലിക്കണം. യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ പിതാവേ, ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാട്ടെ. വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു.